PS പ്രശാന്തിനെ കുരുക്കി ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് 2025-ൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട കത്തിടപാടുകൾ കോടതിക്ക് കൈമാറി. ഇതേ തുടർന്നാണ് കോടതി ഇപ്പോഴത്തെ ബോർഡിനും പങ്കുണ്ട് എന്ന ഒരു നിലപാടിലേക്ക് എത്തിയത്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായിട്ടുണ്ട്. അനന്തൻ, PS പ്രശാന്ത് ഇപ്പോൾ ഇന്ന് പോലും കണ്ടപ്പോൾ അദ്ദേഹം തങ്ങളുടെ ഭാഗത്തൊരു വീഴ്ചകളും ഉണ്ടായിട്ടില്ല എന്ന് സമർത്ഥിക്കാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ. പക്ഷേ അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനം, ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എത്രത്തോടെ കൃത്യതയോടുകൂടി ഓരോ കാര്യങ്ങളിലും ഇടപെടണമായിരുന്നു എന്നതുകൂടിയാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. അതിലെ പാളിച്ചകളാണ് ഇപ്പോൾ അദ്ദേഹത്തെയും കുരുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. ദിവസം ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഒപ്പം ഗോവർദ്ധനും ആ 3 പോയിന്റുകളിൽ അവസാനിക്കുന്ന ഒരു സ്വർണം തട്ടിപ്പ് കേസ് മാത്രമായി ചുരുങ്ങില്ല എന്നുള്ള സൂചനയാണെന്ന് ഹൈക്കോടതിയുടെ ഇന്നത്തെ നിലപാടിൽ നിന്ന് വ്യക്തമാകുന്നത്. വിപുലമായ ഒരു അന്വേഷണത്തിലേക്ക് പോവുകയാണ്. ഒരുപക്ഷെ അന്താരാഷ്ട്ര ഈ ആന്റിക് കച്ചവടമൊക്കെ നടക്കുന്ന മേഖലകളിലേക്ക് അന്വേഷണം വ്യാപിക്കാനുള്ള സാധ്യതയും കോടതിയുടെ ഇന്നത്തെ പരാമർശങ്ങളിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. ഈ ഘട്ടത്തിൽ പ്രതിസ്ഥാനത്ത് 2019 ദേവസ്വം ബോർഡിന് ഒപ്പം തന്നെ 2025 ദേവസ്വം ബോർഡും വരികയാണ്. അത് കോടതിയുടെ പരാമർശങ്ങളിൽ നിന്ന് ആ കാര്യവും വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ 2025 ദേവസ്വം ബോർഡ് അനാവശ്യ ധൃതി കാണിക്കുകയും ഈ പാളികൾ വീണ്ടും എടുത്തു കൊടുക്കാനുമുള്ള കാരണങ്ങൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് SITയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ അതിന് തെളിവായി ആ സമയത്ത് നടന്ന രേഖാ ഇടപാടുകൾ അത് SIT വീണ്ടെടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കത്തിടപാടുകൾ സ്മാർട്ട് ക്രിയേഷൻസുമായിട്ടും ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഇറക്കിയ ഉത്തരവും അടക്കം ഉൾപ്പെട്ടിട്ടുണ്ട് ആ തെളിവുകളിൽ. അപ്പോൾ ഇത് സംബന്ധിച്ച് വ്യത്യസ്തമായൊരു റിപ്പോർട്ട് ഇന്ന് SITയുടേത് കൂടാതെ ഹൈക്കോടതിയിലെത്തിയത് അത് ദേവസ്വം വിജിലൻസിൻ്റെതാണ്. അപ്പോൾ ദേവസ്വം വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുന്നു എന്ന് തന്നെ വ്യക്തമാകുന്നതാണ് ഈ നടപടി. അതിനൊപ്പം തന്നെ അവർ ഇന്ന് പ്രധാനമായും നൽകിയ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഈ 2025 ദ്വാരപാലക പാളികളിലെ കവചങ്ങൾ അറ്റകുറ്റപ്പണികൾക്ക് വീണ്ടും കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്മാർട്ട് ക്രിയേഷൻസും ദേവസ്വം ബോർഡും നടത്തിയ കത്തിടപാടുകളുടെ ആധികാരികത സംബന്ധിച്ചുള്ളതാണ്. അതിലെ വിശദമായ കാര്യങ്ങളാണ് റിപ്പോർട്ടായിട്ട് ഇന്ന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പക്ഷേ ഇന്ന് കോടതി ഈ കേസ് SITയുടെ കേസ് എടുക്കുമ്പോൾ ദേവസ്വം വിജിലൻസ് ആ കത്തിടപാടുകളിലെ കാര്യങ്ങളിൽ എന്താണ് അവർക്ക് പറയാനുള്ള അഭിപ്രായം എന്ന് ഹൈക്കോടതി ആരാഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാകാം ആ റിപ്പോർട്ട് നൽകിയത് എന്നുള്ളതാണ്. ഏതായാലും ഗൗരവമായി തന്നെ 2025 ദേവസ്വം ബോർഡിൻ്റെ ഇടപാടുകളും ഹൈക്കോടതി വീക്ഷിക്കുകയാണ്. അത് സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് SIT പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ദേവസ്വം വിജിലൻസ് ഇന്ന് അങ്ങനെ ഒരു റിപ്പോർട്ട് നൽകുകയും ചെയ്തത്. ശരി.